റോയൽ ഡ്രൈവ് കെയറും ഔഡിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ബാക്കിൽ ആക്ച്വലി ബാലു എന്ന ആള് തന്നെയാണ്. പലർക്കും ബാലുവിനെ കുറിച്ച് അറിയാത്ത ഒരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു എത്രത്തോളം അറിയില്ല. കാരണം ഔഡി എന്ന കമ്പനി ലോകത്തിൽ വെച്ച് നടത്തുന്ന അവരുടെ ചാമ്പ്യൻഷിപ്പ്, എനിക്കതിൻ്റെ ഔദ്യോഗിക ഭാഷകളൊന്നും അറിയില്ല, ബാലു തന്നെ പറയട്ടെ. അതായത് ഔഡിയുടെ ട്വിൻ കപ്പ് എന്ന് പറയുന്നത് അതാണ് ഔഡിയുടെ അവരുടെ പ്രൈം ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. സോ ഇത് ഇന്റർനാഷണൽ വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. സോ അവിടെ ഓൾമോസ്റ്റ് 48 കൺട്രീസ് അവിടുന്ന് 6 പേര് ഒരു ടീമായിട്ട് ഓൾറെഡി അവരുടെ ലോക്കലി ഒരുപാട് കോമ്പറ്റീഷൻസ് നടത്തിയിട്ട് അവിടുന്ന് വിൻ ചെയ്യുന്ന ഇടപെടാം. കാരണം എന്താണ് കോമ്പറ്റീഷൻ? ഒരു ഔഡി കാറിനെ കമ്പനി കംപ്ലൈന്റ് ആക്കി ഇടും അല്ലേ? അതൊരു സ്കിൽ ടെസ്റ്റ് ആണ് ആക്ച്വലി. അത് നോളേജ്, സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ ഒരു കാർ അവർ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് അവിടെ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അതിനെ ഫിക്സ് ചെയ്യണം. പക്ഷെ ഡയറക്ട്ലി ഫിക്സ് ചെയ്യല്ല, നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ പാരാമീറ്റേഴ്സും ഫോളോ ചെയ്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടീമായിരിക്കും വിൻ ചെയ്യാം. പക്ഷെ ഇത് ഒരു സെക്ഷൻ ഓഫ് കോമ്പറ്റീഷൻ മാത്രമാണ്. ഇതേപോലെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ നോളേജ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ നമുക്ക് സ്കില്ല്, അക്സസറീസിൻ്റെ ഉണ്ട്. എല്ലാ പാരാമീറ്റേഴ്സും അവരുടെ എല്ലാ ക്രൈറ്റീരിയാസും മീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും കോമ്പറ്റീഷൻ. അതില് ബാലു പോകുന്നതിന്റെ മുമ്പ് ഇന്ത്യ എത്ര സ്ഥാനത്തായിരുന്നു? ഇന്ത്യയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് 27th റാങ്കിങ്ങിലായിരുന്നു. ലോകത്ത് 27ാമത്തെ പൊസിഷനിലായിരുന്നു ഇന്ത്യ. ബാലു ആൻഡ് ടീം എവിടെ എത്തിച്ചു ആ പൊസിഷൻ? നമ്മൾ 3 വർഷം നമ്മൾ കോമ്പീറ്റ് ചെയ്തു. 27 നമ്മൾ ആദ്യം 21 വന്നു, പിന്നെ 18 വന്നു. പിന്നത്തെ ഇതിൽ നമ്മൾ ഫസ്റ്റ് ആയിരുന്നു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ. അത് ഏത് വർഷമായിരുന്നു? 2018. അതാണ് റോയൽ ഡ്രൈവ് കെയറും ഔഡിയും തമ്മിലുള്ള വലിയ ബന്ധം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഇത് ഫോക്സ്വാഗൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ലംബോർഗിനി, പോഷ, അതേപോലെ ബെന്റ്ലി എല്ലാ വാഹനങ്ങളും നമുക്ക് സർവീസിന് വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഞങ്ങളുടെ ബാക്കിൽ ബിഹൈൻഡ് ദ സ്ക്രീനിലുള്ള ബാലുവിനെ പോലെയുള്ള ആളുകളാണ്. ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതൊക്കെ ചോദിച്ചത്.